മാറിക്കുത്തുന്ന അവസ്ഥകൾ വരെ ഉണ്ടാകുന്നുണ്ടായിരിക്കാം എന്നാണ് റിപ്പോർട്ടുകൾ. തിരുവനന്തപുരത്ത് അത് അവരെ KPCC യോഗത്തിൽ തന്നെ പറഞ്ഞൊരു കാര്യമാണ്, ബൂത്തുകളിൽ പോലും ആളില്ല എന്നുള്ളത്. എങ്കിൽ തന്നെയും ശശി തരൂർ കഷ്ടിച്ച് വലിയ ഭൂരിപക്ഷം ഇല്ലാതെ ജയിക്കും എന്നുള്ള കണ്ടീഷനാണ്. രണ്ടാമത് രാജീവ് ചന്ദ്രശേഖർ എത്തും. കാരണം നല്ല പ്രവർത്തനമായിരുന്നു. ഇപ്പോൾ വികസനവുമൊക്കെ പറഞ്ഞ് രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്തെ പിടിച്ച് കുലുക്കിയ ഒരു ത്രികോണ മത്സരം തന്നെയായിരുന്നു. അതുകൊണ്ട് എങ്കിൽ തന്നെ അവിടെ ജയിക്കാൻ ചാൻസ് ശശി തരൂരാണ്. ഭൂരിപക്ഷം ഒരു 25,000 എത്തി നിൽക്കുന്ന, അല്ലെങ്കിൽ 25,000 താഴെ അത്രയ്ക്കുള്ള ഭൂരിപക്ഷത്തിൽ ശശി തരൂരിന് ഇപ്പോഴും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ശശി തരൂർ അപ്പോൾ UDF 1. പിന്നെ ഇനി നമുക്ക് വരാവുന്ന ആറ്റിങ്ങലാണ്. ആറ്റിങ്ങൽ നല്ല ത്രികോണ മത്സരം തന്നെയായിരുന്നു. ജോയി, അടൂർ പ്രകാശും മുരളീധരനും ഒക്കെ നല്ല മത്സരമായിരുന്നു. എങ്കിലും ഇടതുപക്ഷ വിരുദ്ധ വികാരം ആറ്റിങ്ങലടക്കം ഉണ്ടെന്നുള്ളതും യാഥാർത്ഥ്യമാണ്. ആ മണ്ഡലത്തിൻ്റെ ഒരു പ്രത്യേകത മാറിയും തിരിഞ്ഞും